തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. അതെ, ആ പെൺകുട്ടി ഇത്രയും കാലമായി കൈലാഷിന്റെയോ നമ്മുടെയോ കണ്ണിപ്പെട്ടില്ല. പക്ഷേ അവൾ നിങ്ങളെക്കാളും എന്നെക്കാളും നന്നായി കൈലാഷിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. കൈലാഷിന് ചേർന്ന പെൺകുട്ടി അവളാണെന്ന് എനിക്ക് ഉറപ്പാ. നീ ആരുടെ കാര്യ പറയുന്നത്? മുക്ത. മുക്തയോ? നീ എന്തൊക്കെയാ സീതയെ പറയുന്നത്? പ്രിയൻ സ്നേഹിക്കുന്ന പാർവതിയെ പ്രണയിച്ചതിന്റെ നൈരാശ്യത്തിൽ മരണത്തിന്റെ വക്കുവരെ പോയ ശേഷമാ കൈലാഷിന് നമുക്ക് തിരിച്ചു കിട്ടിയത്. ഇനി അരവിന്ദുമായി കല്യാണം നിശ്ചയിച്ച മുക്തയെ കൈലാഷിന് വേണ്ടി ആലോചിക്കണോ? നീ എന്താ പറയുന്നതെന്ന് വല്ല ബോധവും നിനക്കുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോടൊന്ന് കേക്ക്. ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാ. അരവിന്ദ് സത്യഭാമയെ തെറ്റിദ്ധരിപ്പിച്ചാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവരുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് പറയിപ്പിച്ചത്. മുക്തയ്ക്ക് അരവിന്ദനെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഇതൊക്കെ നീ വെറുതെ സങ്കല്പിച്ചു കൂട്ടുന്നതല്ലേ? അല്ല, മുക്ത തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞതാ. അവൾക്ക് അവനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാ അവരുടെ എൻഗേജ്മെന്റ് ഇതുവരെ നടക്കാത്തത്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഭാവിയിൽ മുക്തയ്ക്ക് അരവിന്ദനെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ലേ? മുക്തയ്ക്ക് അരവിന്ദനെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതെങ്ങനെയാ നിനക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? കാരണം മുക്തയ്ക്ക് കൈലാഷിനെയാണ് ഇഷ്ടം. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര കാലം ഇത് തുടങ്ങിയിട്ട്? കുട്ടിക്കാലം മുതല്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസം വരില്ലെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ മുക്തയെ കൂടി വിളിച്ചത്. അങ്കിളിപ്പ എന്താ ചിന്തിക്കുന്നേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മമ്മി അങ്കിളുടെ നല്ലൊരു ഫ്രണ്ടാണ്. അരവിന്ദും കൈലാഷും ബെസ്റ്റ് ഫ്രണ്ട്സും ആണ്. ഇവരെയൊക്കെ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് ധരിപ്പിക്കുമെന്നല്ലേ. ഇത്രയും കാലം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഇഷ്ടം ഞാൻ കൈലാഷിനോട് തുറന്നു പറയാത്തത് കൈലാഷിനെ സ്വീകരിക്കുവോ, എന്തായിരിക്കും അങ്കിളുടെ ആന്റിയുടെ ഒക്കെ റിയാക്ഷൻസ് എന്നൊക്കെ പേടിച്ചിട്ടായിരുന്നു. ഞാനങ്ങനെ മടിച്ചു നിന്ന സമയത്തായിരുന്നു പാർവതി കൈലാഷിന്റെ ജീവിതത്തിലേക്ക് വന്നത്. കൈലാഷ് പാർവതിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതിനു ശേഷം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്ക് കൈലാഷിനെ ഇഷ്ടമാണെന്ന് ആന്റി മനസ്സിലാക്കി എന്റെ കൂടെ നിൽക്കാന്ന് ഉറപ്പ് തന്നതിന് ശേഷം കൈലാഷിനെ ഇഷ്ടമാണെന്ന് എനിക്ക് തുറന്നു പറയാൻ പോലും ധൈര്യം കിട്ടിയത്. ഞാനും ആന്റിയും എങ്ങനെയെങ്കിലും അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അങ്കിള് സമ്മതിച്ചാ ഇതെന്തായാലും നടക്കും. പ്ലീസ് അങ്കിൾ, ഞാൻ ഈ കുടുംബത്തെയും കൈലാഷിനെയും നന്നായി നോക്കിക്കോളാം. എന്നെ വിശ്വസിക്കൂ അങ്കിൾ. അപ്പോ അരവിന്ദിന്റെ അവസ്ഥ എന്താവും? ഞാൻ ഒരിക്കലും അരവിന്ദന്റെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. കൈലാഷിനെ ഭർത്താവായി കിട്ടിയില്ല എങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ കൈലാഷിനെ ഓർത്ത് ഒറ്റയ്ക്ക് ജീവിച്ചോളാം. കൈലാഷിന് പാർവതി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം വേദന അനുഭവിച്ചോന്ന് അങ്കിളിന് അറിയോ? അതെല്ലാം മനസ്സിൽ കൊണ്ടു നടന്ന് ഞാൻ എല്ലാരെയും ചിരിച്ചു കാണിക്കായിരുന്നു. എന്റെ സ്നേഹത്തിലെ സത്യം ഉണ്ടെങ്കിൽ കൈലാഷിനെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് കൈലാഷ് പാർവതിയെ മറക്കാൻ തീരുമാനിച്ചിരിക്കും. ഇനി കൈലാഷിനോട് എന്റെ ഇഷ്ടം തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് നിങ്ങളുടെ രണ്ടുപേരുടെ അനുഗ്രഹം എനിക്ക് വേണം. പ്ലീസ് അങ്കിൾ. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല മോളെ. ഞാൻ സമ്മതിച്ചാൽ പോലും കൈലാഷ് സമ്മതിക്കണ്ടേ? അവന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. മുക്തയെ കൈലാഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം വല്ലതുണ്ടോ? കൈലാഷിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ ഇവൾക്ക് ഞാൻ എങ്ങനെ പ്രതീക്ഷ നൽകുക? എന്താ എന്റെ അങ്കിൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പോകുന്ന? നിന്നെ മരുമോളായി സ്വീകരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. കൈലാഷിന്റെ ഇഷ്ടം കൂടി നോക്കണമെന്ന് മാത്രമല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അദ്ദേഹത്തെയും കൈലാഷിനെയും സത്യഭാമയും ഒക്കെ
ഞാൻ പറഞ്ഞ് സമ്മതി